ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനലിലേക്ക് മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ നങ്ക് കണ്ട, നങ്കെന്നും പറയും, ഇലച്ചിലെന്നും പറയും. പിന്നെ ഇത് എന്താ ഇതിൻ്റെ പേര്, വേറെ ഒരു പേരും കൂടി ഉണ്ട്, അത് വിട്ടുപോയി. അപ്പം ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. വലിയ നങ്കാണിത്. ഇലച്ചിലെന്നും പറയും, നങ്കെന്നും പറയും. 2-3 പേരുണ്ട് ഇതിനൊരു പേര് മറന്നുപോയി ഞാൻ. ഇതിപ്പോൾ ഒന്ന് വരഞ്ഞ് കഷ്ണമാക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതൊന്ന് വരഞ്ഞെടുക്കട്ടെ ആദ്യം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു 5-8 വെളുത്തുള്ളി, ഒരു പുതിയ രീതിയിലാണ് ഫ്രൈ ഉണ്ടാക്കാൻ പോണത്. ഒരു 4 കുഞ്ഞു കഷ്ണം ഇഞ്ചിയുണ്ട്, കുറച്ച് കറിവേപ്പിലുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ പെരിഞ്ചീരകമില്ലേ, ഇറച്ചിക്കൊക്കെ ഉപയോഗിക്കണം, അത് ഒരു ടീസ്പൂൺ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തൊടിയിലുള്ള കുരുമുളക്, ഇത് കണ്ട, നല്ല ചെനച്ച് നല്ല സൂപ്പറായിട്ട് നിൽക്കുന്ന കുരുമുളക്, ഇത് വെച്ച് ഇതിങ്ങനെ തന്നെ വെച്ച് അരയ്ക്കാം കേട്ടോ. ഇത് ഒന്ന് അടത്തൊന്നും വേണ്ട, നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് വയ്ക്കാം കേട്ടോ. 2 എണ്ണം ഉണ്ട്, ഇങ്ങനെ ചെനച്ച് വന്നിരിക്കുന്ന കുരുമുളകാണ് കേട്ടോ. ഇത് കൂട്ടി അരയ്ക്കാം. അതിനുവേണ്ടി കുറച്ച് മഞ്ഞപ്പൊടി ഉണ്ട്. മഞ്ഞപ്പൊടി ജീരകത്തിൻ്റെ കൂടെ ഇട്ടേക്കാം. എല്ലാം കൂടി ഒന്നിച്ചരക്കാനുള്ളതാണ്. ഒരു പ്രത്യേക രുചിയായിരിക്കും കേട്ടോ ഇതിന്, നല്ല ടേസ്റ്റുമാണ്. നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം അതിനകത്ത്. പിന്നെ അതിൻ്റെ കാശ്മീരി മുളക് പൊടിയാണ്. ഇവിടെ മാറ്റി വയ്ക്കാം, നമുക്ക് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോഴേക്കും നമുക്കിതൊന്ന് വരഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. രണ്ട് വശവും നല്ലോണം വരഞ്ഞെടുക്കണം. ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്, മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കഷ്ണിച്ചെടുക്കുമ്പോൾ മസാല എല്ലാം അതിലേക്ക് പിടിച്ചോളും. നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് വരഞ്ഞെടുത്തോട്ടെ. അതിപ്പോൾ നമ്മളെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, പീസാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കത്രികയൊക്കെ വെച്ച് കട്ട് ചെയ്തെടുക്കുക, വേഗം കഴിയും. അത് കത്തിയിലേ നല്ലത് കത്രികയാണ്. ഇതിങ്ങനെ ഇരുന്നോട്ടെ. ഇപ്പം നമുക്ക് മസാല ഒന്ന് അരച്ചെടുക്കണം. എല്ലാം മിക്സിയിലേക്ക് ഇടാം കേട്ടോ. കുരുമുളക്, ഉപ്പ്, ജീരകം, ഉള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം കൂടി ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇത്തിരി വെള്ളം ഒഴിക്കാം. ഇത് അരച്ചെടുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അരച്ച് വന്നിട്ടുണ്ട്, നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാം കൂടി നമുക്കിത് കുറേശ്ശെ എടുത്തിട്ട് ഇതിൽ പുരട്ടി കൊടുക്കാം കേട്ടോ. നല്ലോണം പുരട്ടി കൊടുക്കാം, അതിനകത്ത് പിടിക്കുന്നത് വരെ ഇങ്ങനെ പുരട്ടി കൊടുക്കാം കേട്ടോ.
എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഉപ്പിൻ്റെ ഇത് നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്. ആ കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയും ഇഞ്ചിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ടേസ്റ്റ് അപാര ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അത് വറുത്ത് നോക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. ഞാൻ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ടേസ്റ്റ് അറിയാൻ പറ്റില്ല. ആ ജീരകമൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ്. ഇപ്പോൾ 2 മിനിറ്റ് ഉപ്പ് പിടിക്കാനിരിക്കട്ടെ. അപ്പോൾ ഇതെല്ലാം ഉപ്പ് പിടിച്ചിട്ടുണ്ട്. 2 മിനിറ്റ് വെച്ച് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. ചട്ടിയിൽ എണ്ണ ചൂടായിക്കോട്ടെ. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ലൈക്കും ചെയ്യാം, ഷെയർ ചെയ്യാം, ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഇടുന്ന വീഡിയോസൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഓരോന്നായി ഇട്ട് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. ഈ പാത്രം വെച്ചൊന്ന് മൂടി വയ്ക്കുക. അപ്പം ഈ എണ്ണയൊക്കെ ഒന്ന് പൊട്ടി വീഴില്ല. അതുകൊണ്ടാണ് മൂടി വയ്ക്കുക. മുരിഞ്ഞ വരട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മൂടി വെച്ച് കൊടുക്കാം. വെന്തോട്ടെ കേട്ടോ. നമുക്ക് ഈ പാത്രത്തിലേക്ക് കോരി കൊടുക്കാം. അപാര ടേസ്റ്റാണ് കേട്ടോ ഈ ഫ്രൈ ഉണ്ടാക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് അതിന്. ഈ മസാല ഒരു പ്രത്യേക മസാലയാണ്. അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ ചേർത്ത. കുരുമുളക് അത് പച്ച കുരുമുളകാണ്.
മൂടി വയ്ക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം, മുരിയട്ടെ. മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മതി. ഒന്ന് മുരിഞ്ഞോട്ട് കേട്ടോ. ഫ്രൈ അപ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറച്ച് കോരിയെടുക്കാം കേട്ടോ. ഇച്ചിരി കൂടി ഉണ്ട്. നിർത്തട്ടെ. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡിയാണ്. എല്ലാവരും ഇതുപോലെ മസാല ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടിപൊളി വാസനയൊക്കെ ഉണ്ട്. ജീരകവും വെളുത്തുള്ളിയും ഇതെല്ലാം കുരുമുളകും എല്ലാം കൂടി ചേർന്നപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. അടുത്ത വീഡിയോ വരേക്കും ബൈ.